അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിധികർത്താക്കൾ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, പോരാട്ട വീര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മലപ്പുറം പടയിലേക്ക് അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മലപ്പുറം, അതെ മലപ്പുറം തന്നെ, ശാന്തിയും സമാധാനത്തോടെയും ജീവിച്ചു പോന്നിരുന്ന മലപ്പുറത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ. എന്നാൽ ശാന്തിയുടെ തീരങ്ങളിലേക്ക് അശാന്തിയുടെ തിരമാലകൾ അടിച്ചു കയറാൻ ധാരാളം ദിവസങ്ങൾ വേണ്ടി വന്നില്ല. തങ്ങൾക്ക് ചുറ്റുമുള്ള മതവിഭാഗക്കാരെ യഥാർത്ഥ മതമായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന കാരണത്താൽ അവിടെയുള്ള ജനങ്ങൾ തങ്ങളെ കൊല്ലാൻ വേണ്ടി, തങ്ങളെ നാടുകടത്താൻ വേണ്ടി തുനിയുകയാണ്. തങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തങ്ങളുടെ നാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും ഇല്ലെങ്കിൽ തങ്ങളെ കൊന്നു കളയുമെന്നും അവരെ ഭയപ്പെടുത്തി. ഈ ഒരവസരത്തിൽ തങ്ങളുടെ നാടുവാഴിയായ പാറനമ്പിയുടെ അരികിലേക്ക് പരാതിയുമായി ചെന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശാന്തരായിരിക്കൂ, നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. ഇത് കേട്ട മുസ്ലിം സമൂഹം അദ്ദേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു വന്നു. എങ്കിലും അവർക്കറിയാമായിരുന്നു പാറനമ്പി എത്രത്തോളം കഠിനമായ ഹൃദയത്തിനുടമയായിരുന്നെന്ന്. കാരണം അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം മുസ്ലിമീങ്ങളെ മലപ്പുറത്ത് നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം മറുനാട്ടുരാജ്യങ്ങളായ രാജാക്കന്മാർക്ക് മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൈനിക സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ എഴുതി. തങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ യാതൊരുവിധ മാർഗവുമില്ലെന്ന് മനസ്സിലാക്കിയ മുസ്ലിം യുവതകൾ തങ്ങൾ ഗത്യന്തരമില്ലാതെ യുദ്ധത്തിന് വേണ്ടി പ്രവേശിക്കുകയാണ്. കാളം ജഹന്നമാൽ വഹിദകളും കടകഫരി കൊണ്ടുൾ അവതകളും ദാഹം ഫെരിയ ഫി സബീലിനാലേ കായൻ അറിവിത്ത് കലാമ് പോലെ അതെ, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിക വാക്യങ്ങൾ ഓതിക്കൊണ്ടും പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടും തൻ്റെ അനുയായികൾക്ക് ഊർജം പകർന്നു കൊടുക്കുകയാണ് നേതാവ് യൂസുഫ് തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം ശങ്കിക്കാതിരിക്കുക, നമ്മൾ പോരാടുക തന്നെ ചെയ്യും. നമ്മൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ പള്ളികൾക്ക് യാതൊന്നും സംഭവിക്കരുത്. നമ്മളെല്ലാവരും നമ്മളുടെ വീടുകളിലേക്ക് പോവുക, നമ്മളുടെ ഉമ്മയെയും മക്കളെയും കാണുക, അവരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുക. നമ്മൾ യുദ്ധഭൂമിയിലേക്ക് പ്രവതിരിക്കുകയാണ്. അങ്ങനെ അതുപോലുള്ള ഊർജ്ജസ്വരമായ വാക്കുകൾ പകർന്നു കൊടുത്ത് തൻ്റെ അനുയായികളെ സംരക്ഷിക്കുകയാണ് യൂസുഫ്. ഈ ഒരു അവസരത്തിൽ മലപ്പുറത്തെ പള്ളികൾ നശിപ്പിക്കുന്നതിനായി ശത്രുക്കൾ വരികയാണ്. അങ്ങനെ മലപ്പുറത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ വനിതകൾ ഇവരെ തടഞ്ഞു നിർത്താൻ ഒരു ചെറിയ എളിയ ശ്രമം നടത്തുകയാണ്. ഞങ്ങളെ നിങ്ങൾ വെറുതെ വിടണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എത്ര പണം വേണമെങ്കിലും തരാം. ഈ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ശത്രുക്കൾ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും, നിങ്ങളുടെ പള്ളികൾ ഞങ്ങൾ കത്തിച്ച് നശിപ്പിക്കും. ഇതും പറഞ്ഞുകൊണ്ട് അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ തങ്ങളുടെ മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ആ നാട്ടിൽ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങളും ഒരു യുദ്ധ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഇത് ഒരുക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയിൽ ശത്രുക്കൾ തങ്ങളുടെ പള്ളി കത്തിക്കുന്നതിനായി തീപന്തയുമായി വരികയാണ്. അങ്ങനെ ആ ശത്രുക്കളുടെ മുന്നിലേക്ക് പുലിക്കുട്ടികളെ പോലെ 11 പേർ എടുത്തു ചാടി. ആരാണത്? ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ അതാ ഒരു യുദ്ധത്തിന് വേണ്ടി തുനിയുകയാണ്. അങ്ങനെ ഇതാ ആ കൂരിരുട്ടിൽ ആ ശത്രുക്കളും ആ മുസ്ലിമീങ്ങളും വലിയ രീതിയിലുള്ള യുദ്ധത്തിന് സാഹസം വധിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളുമായി പോരാടാൻ വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു.
അവർ ഈമാനിക വെളിച്ചത്തിന്റെ അകക്കാമ്പുകൾ നിന്നുകൊണ്ട് തന്നെ അവർ ശത്രുക്കളോട് പോരാടി. എന്നാൽ ശത്രുക്കൾക്ക് അവരോട് മുസ്ലിമീങ്ങളോട് പോരാടി നിൽക്കാൻ രാത്രിയിൽ സാധിച്ചിരുന്നില്ല. അങ്ങനെ പാറക്കൽ കുട്ടിയും പോക്കറുമൊക്കെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ മാഹീൻ എന്നവരും മുഹീദ്ദീൻ എന്നവരും അവിടെ യുദ്ധക്കളത്തിൽ അവരെ ശത്രുക്കളുടെ വാളുകൾക്കിരയായി രക്തസാക്ഷികളാവുകയാണ്. ഏറെ കടുപ്പമത് നേരത്തിൽ ദുഷ്ടരിലെ ഫറക്കൽ കൊട്ടിവിലമാ ചേർത്തി കവാഫിരുടെ മൂർത്തിക്ക് ചാടിയവർ ഫോർത്തിക്കുമോരെ കലമാ മാറി തടുത്ത് ചിലർ ബാറുത്ത് കതുക്കുകൾ മാറി തളർന്ന് ചിലർ മോളിന്തു വിളു ആളെ തടന്തു മൊരമാ ഫാരി ഫോളി പൊടികൾ കാറിട്ടറുട്ടു തറുത്ത് തകർത്തു കുഫറാൻ വല്ലും മുഖംബരികൾ എല്ലും ഓരെന്ത് കബർ കല്ലിമ്മൽ വീണു ചിലരാ കബർ കല്ലിമ്മൽ വീണു ചിലരാ. അതെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. തങ്ങളുടെ മുമ്പിലെത്തിയ ശത്രുക്കളുടെ മൂർധാവ് നോക്കിക്കൊണ്ട് പാറക്കൽ കുട്ടി ആഞ്ഞുവെട്ടി. തുണ്ടം തുണ്ടമായ തങ്ങളുടെ ശത്രുക്കളുടെ എല്ലുകളും മാംസങ്ങളും അവിടെ മീസാൻ കല്ലുകളിലേക്ക് പതിച്ചു. അങ്ങനെ ശത്രുക്കൾക്ക് പാറക്കൽ കുട്ടിയുടെ മുന്നിൽ വെറും നിശ്ചലമായി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ. ഈ ഒരു അവസരത്തിൽ ശത്രുക്കൾ എല്ലാവരും കൂടി വളഞ്ഞ് ആ പാറക്കൽ കുട്ടിയെ അവിടെ വെച്ച് രക്തസാക്ഷിയാക്കുകയാണ്. തീയിൽ കൊരുത്തത് വെയിലത്ത് വാടില്ല. അതെ, പാറക്കൽ കുട്ടി മരണപ്പെട്ടെങ്കിലും തന്റെ ഉറ്റ സഹോദരൻ പോക്കർ ഇതാ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ യുദ്ധക്കളത്തിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ പോക്കർ നിർവഹിച്ചു. എങ്കിലും ശത്രുക്കളുടെ ആയിരക്കണക്കിന് വെടിയുണ്ടങ്ങളും അസ്ത്രപ്രവാഹങ്ങളും ആ പോക്കറിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിലധികമായിരുന്നു. അങ്ങനെ സുന്ദരവും ദൃഢവുമായ ആ മേനിയിലേക്ക് ആ വെടിയുണ്ടകൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ അദ്ദേഹവും ആ യുദ്ധഭൂമിയിൽ രക്തസാക്ഷിയായി വീഴുകയാണ്. പുലിവാലൊരു കഥയിലേക്ക് വരെ പുതുമ എന്നിട്ടശൈന്തുള്ള തരി വരെ പൊക്കരാം ഷഹിദോർദിനാനിതിന്റെ ഇശൽ മുറിവാരിലെ പുറമേ മനസ്സിലെ പുകയൊരു കലലവറിക ചെയ്തധികവും ചകയതില്ലയതുമേ. പടപ്പാട്ട് എഴുതിയപ്പോൾ മൊയ്തീൻകുട്ടി വൈദ്യർക്കൊരു ശങ്ക. കണക്കുകൾ എത്രയാണെന്ന് കിട്ടുന്നില്ല. കളവുകൾ എഴുതാതിരിക്കണമല്ലോ. പടപ്പാട്ടുകൾ നാളത്തെ തലമുറയ്ക്ക് പാഠമാകേണ്ടതല്ലേ. അങ്ങനെ 3-4 ദിവസത്തോളം അദ്ദേഹം പടപ്പാട്ടിന്റെ രചന നിർത്തിവെച്ചു. അങ്ങനെ ഒരു ദിവസം വെള്ളിയാഴ്ച രാവിൽ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് തന്റെ കിനാവിലേക്ക് ഒരു സുന്ദരനും സുമുഖനുമായ ഒരു വ്യക്തിത്വം കടന്നു വരികയാണ്. പോക്കർ ഷഹീദ്. അതെ, ഷഹീദ് പോക്കർ തന്നെ തന്റെ യുദ്ധ പോരാട്ട കഥകൾ വിവരിക്കാൻ വേണ്ടി തന്റെ കിനാവിലേക്ക് വരികയാണ്. 970-ലേറെ പേരെ താൻ വധിക്കുകയും തന്റെ കൈകൾ കൊണ്ട് 120 പേർക്ക് വെട്ടേൽക്കുകയും ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഈ ഒരു അത്ഭുത സംഭവം ഞാനിവിടെ വിവരിച്ചെന്ന് മാത്രം. നമുക്ക് യുദ്ധക്കളത്തിലേക്ക് കടക്കാം. അതെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിന് മുന്നിൽ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പരാജയപ്പെട്ട വാർത്തയുമായി തങ്ങളുടെ നാടുവാഴിയായ പാറനമ്പിയുടെ അരികിലേക്ക് അവർ ചെല്ലുകയാണ്. ഇരുഫീൽ ദൂരാജട്ടി ഈവകൾ കേട്ട് എൻ്റെ നാടുവീർപ്പൻ ഇളക്കിനിട്ട് പുലത്ത് മലയാള ഫതിക്ക് കോരോൻ ഉരത്ത് നടക്കുന്ന ഫതിയല്ലോ നാം നിറമാറ്റവർ പള്ളിക്കാരി കാവിനാ മിക്ക ദൂരക്കളം ഭഗവാനാണേ ഫുർഖാൻ ബിനി വേഗം നടപ്പിന്തുള്ളി കോലീശണം ചുറ്റി വളവൻ പള്ളി. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കുകയില്ല. പരാജയ വാർത്തയറിഞ്ഞ പാറനമ്പി ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയെത്ര നാടുവാഴികൾ, എത്രയെത്ര ഭരണാധികൾ ഇവിടെ കഴിഞ്ഞുപോയി. അവർക്കൊന്നും പരാജയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കും പരാജയം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വീണ്ടും യുദ്ധത്തിന് വേണ്ടി ശത്രുക്കളെ പ്രകോപിച്ചുകൊണ്ട് വീണ്ടും മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാൻ അവരെ പറഞ്ഞയക്കുകയാണ്. ഈ ഒരവസരത്തിൽ ഒരു വമ്പൻ വരവ് തന്നെയാണ് ആ ശത്രുക്കൾ കാഴ്ചവെക്കുന്നത്.
ചുറ്റി പടമുട്ടുകൾ താശന കാറടി മദ്ദളവും മുരശൊറ്റ ചുറ്റി പടമുട്ടുകൾ താശന കാറടി മദ്ദളവും മുരശൊറ്റ ചൊല്ലാൻ തകർതാളമെ ചെണ്ടകൾ കൈമണി കിങ്ങിണിയും പല പല ചോടാൽ കിന്നാരം ചിലമ്പും ഇളക്കി മുഴക്കിടലായി മുറ്റീരത തിത്തിരിയും കുശൽ ചൂളവും കാളവും ചെമ്പൊടു കൊമ്പും മുറ്റീരത തിത്തിരിയും കുശൽ ചൂളവും കാളവും ചെമ്പൊടു കൊമ്പും മോളും തമ്പോർ വീണ സിതാരകളും മികതുന് മുന്തി പല ചന്തമിൽ വൈത്ത് മുടിത്ത് മടിത്തിടലായി. അതെ, ചെണ്ടയും മന്ദളവും മറ്റു വാദ്യോപകരണങ്ങളും മറ്റു യുദ്ധസന്നാഹങ്ങളുമായി വീണ്ടും ശത്രുക്കൾ അതാ യുദ്ധകളത്തിലേക്ക് വരികയാണ്. അങ്ങനെ വീണ്ടും മുസ്ലിമീങ്ങളും ശത്രുക്കളും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ വള്ളുവനാട്ടിൽ നിന്നും ഈ യുദ്ധത്തിന് പങ്കെടുക്കാൻ അതീവ തൽപരനായിട്ട് ജമാലും കൂട്ടരും വരികയാണ്. അങ്ങനെ അവർ ഇതാ ആ യുദ്ധകളത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതാ മുസ്ലിമീങ്ങളുടെ കൊടി പാറുന്നതാണ് അവർ കണ്ടിരുന്നത്. അങ്ങനെ ആ യുദ്ധവും മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്തു. മരണപ്പെട്ട ഷഹീദായ മുസ്ലിമീങ്ങളെ മറമാടിക്കൊണ്ട് വീണ്ടും ഇസ്ലാമിന് ഒരു പുനരുദ്ധാരണം ചെയ്യുകയാണ് അവിടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.